ഇതാണോ നിങ്ങളുടെ സ്വപ്നം? അതായത് വല്ലവന്റെയും കൂടെ പോയിട്ട് റീൽസ് കളിക്കുക, അത് കഴിഞ്ഞിട്ട് അവൻ മുതലാക്കുക, അവൻ വിളിക്കുന്നിടത്ത് പോവുക, അവന് കുറെ പണം കൊടുക്കുക, പിന്നീട് എന്ന് പറഞ്ഞാൽ അവൻ ഇങ്ങനെ ചിത്രം തുരുതുരെ അയക്കുമ്പോഴേക്ക് അയ്യോ എന്റെ കുടുംബം തകർന്ന് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കേസ് കൊടുക്കുക. ഇതാണോ നിങ്ങളുടെ ഈ സ്വപ്നം? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ശരീരത്തിലൊരു ആയാസം കിട്ടും. ഇപ്പം അതല്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല സ്ഥലത്തും ഡാൻസ് സ്കൂളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അറിയാം. ജുംബ ഡാൻസ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് പേര്. അതെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ പരിപാടി പോയിട്ട് അവിടെ പോയി തുള്ളല്. ഈ തുള്ളല് വീട്ടിൽ നിന്ന് തുള്ളിയാലും മതി. പക്ഷെ വീട്ടിൽ നിന്ന് തുള്ളിയാൽ കാണാൻ ആളുണ്ടാവില്ലല്ലോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ മാഷ ഉണ്ടാവുമല്ലോ. മാഷ കൂടെ 2 റീൽസ് പിന്നെ എടുക്കാലോ. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അല്ലാതെ വേറെ കൂട്ടത്ത് IT-യിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഇന്നലെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ, ഒരുപാട് സബ് ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യുന്നതാണ്. അവൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യുവതിയോട് പറഞ്ഞു ഒരു ദിവസം കോൾ ചെയ്തിട്ട് എൻ്റെ കൂടെ റീൽസിന് വരുന്നോ, റീൽസ് കളിക്കാൻ. അപ്പോൾ തന്നെ നമുക്കറിയാലോ ഇപ്പോഴൊരു കൂട്ടം ടീമുകൾ അയ്യോ കൊളാബ് ചെയ്യണം എന്ന് പറഞ്ഞു ഓടിപ്പോയി. എന്നാൽ പിന്നെ എനിക്കൊന്ന് കൊളാബ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും ഡാൻസ് കളിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ പ്രണയാഭ്യർത്ഥന നടത്തുകയാണ്. അങ്ങനെ ഇവൻ വിവാഹ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് ഇവളെ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുകയും, അത് മാത്രവുമല്ല ബാങ്കിലുള്ള കുറച്ച് ചില്ലറകൾ എനിക്കിന്ന് ആവശ്യമുണ്ട്, പിന്നെ എന്ന് പറഞ്ഞാൽ പണയം വെക്കാൻ കുറച്ച് സ്വർണ്ണങ്ങൾ, ഇതൊക്കെ അഴിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. എൻ്റെ ഭഗവാനെ, എന്തൊരു മനുഷ്യന്മാരാണെന്നോ. എപ്പോഴാണോ നന്നാവുക ഈറ്റിങ്ങൾ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരുത്തൻ വിവാഹ വാഗ്ദാനം നൽകി കഴിഞ്ഞാൽ അവൻ ഒരിക്കലും വിവാഹം കഴിക്കത്തില്ല എന്നാണ്. അവൻ ജീവിതത്തിൽ അവരെ വിവാഹം കഴിക്കത്തില്ല. കാരണം വാഗ്ദാനം നൽകുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ പൊയ്വാക്കാണ്. അവന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാത്രമാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവർ ആയുഷ്കാലം മുഴുവൻ വിവാഹവും കഴിച്ച് കെട്ടണമെങ്കിൽ അവൻ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇമാതിരി തെണ്ടിത്തരത്തിൽ നിൽക്കത്തില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ബാങ്കിലുള്ള പൈസ എടുത്ത് കൊടുക്കുമ്പോൾ ഒന്ന് കൈവറക്കണ്ടേ? എന്നേരെങ്കിലും നമ്മളെയൊക്കെ ഒരു വീഡിയോ ഒന്ന് കാണണ്ടേ? അതായത് നമ്മളൊക്കെ 24 മണിക്കൂറും ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ഇങ്ങനെ പോകരുത്, ചെയ്യരുത്. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറ മനസ്സിലാക്കാത്തത്? നമ്മുടെ മലയാളികൾക്ക് എന്താണ് പറ്റിയിരിക്കുന്നത്? വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, സ്വർണമുണ്ട്, പണമുണ്ട്, എന്നിട്ടെല്ലാം കൊണ്ടുപോയിട്ട് ഒരു ബെടുക്കൂസന്, ഒരു മൊണ്ണേൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത പോലീസുകാർ അവൻ്റെ മൊബൈൽ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് ഇവൻ ഇതുപോലെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേരെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ പകുതി ആൾക്കാരും മിണ്ടാൻ തയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കല്യാണം കഴിഞ്ഞവരുണ്ട്, കഴിയാത്തവരുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകളുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണല്ലോ, ഏതെങ്കിലും ഒരുത്തൻ എൻ്റെ കൂടെ, അതായത് ഞാൻ ഇതിനടുത്ത് പച്ചയ്ക്ക് ഒരുത്തൻ ഇൻസ്റ്റഗ്രാമിലൂടെ എൻ്റെ കൂടെ റീൽസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ട് മൊബൈൽ നമ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അവൻ്റെ കൂടെ എത്ര പേര് അവനെ വിളിച്ചിട്ടുണ്ടാകും? ആ വിളിച്ചവരുടെയൊക്കെ കുടുംബം ഇപ്പം എന്തായിരിക്കും സ്ഥിതി? അവരെയൊക്കെ കുടുംബം ചിലപ്പോൾ കുട്ടിച്ചോറായിട്ടുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെണ്ണുങ്ങളെ കൊണ്ടുവരിക, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു ദിവസം മുതലെടുക്കുക, അതുമാത്രമാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളെ നന്നാക്കാനോ നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കൂട്ടിത്തരാനോ അല്ലെങ്കിൽ നിങ്ങളെ അങ്ങ് ഇൻസ്റ്റാഗ്രാമിലെങ്കിൽ താരമാക്കാം എന്നൊന്നും കരുതിയിട്ടല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇവിടെ മിക്ക ഇൻഫ്ലുവൻസർമാരും അതായത് കുറേ എണ്ണം കോഴികൾ തന്നെയാണ്. അവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല തട്ടിപ്പിലും പെട്ടവരുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ 1 മില്യണൊക്കെയുള്ള ടീമുകളുണ്ട്, അവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തട്ടിപ്പ്, അതുപോലെ തന്നെ പെൺവാണിഭം, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പീഡനം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന പോലൊന്നുമല്ല ഇവന്മാരുടെ സ്വഭാവം. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പോഴെല്ലാവർക്കും ഉള്ളൊരു ഇതാണ് റീൽസ് എന്ന് പറഞ്ഞിട്ട് മരിക്കുക. റീൽസ് ഭ്രാന്തന്മാരിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വീട്ടമ്മമാരാണെന്നാണ് തോന്നുന്നത്. അവർ പറയുന്നൊരു ന്യായമുണ്ട്. കല്യാണം കഴിച്ചു എന്ന് കരുതിയിട്ട് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ സ്വപ്നം, ഇതെന്ത് ചെയ്യും? മണ്ണാങ്കട്ട സ്വപ്നം. ഇതാണോ നിങ്ങളുടെ സ്വപ്നം? അതായത് വല്ലവൻ്റെയും കൂടെ പോയിട്ട് റീൽസ് കളിക്കുക, അത് കഴിഞ്ഞിട്ട് അവൻ മുതലാക്കുക, അവൻ വിളിക്കുന്നിടത്ത് പോവുക, അവന് കുറേ പണം കൊടുക്കുക, പിന്നീട് എന്ന് പറഞ്ഞാൽ അവനിങ്ങനെ ചിത്രം തുരുതുരെ അയക്കുമ്പോഴേക്ക് അയ്യോ എൻ്റെ കുടുംബം തകർന്ന് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കേസ് കൊടുക്കുക. ഇതാണോ നിങ്ങളുടെ ഈ സ്വപ്നം? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവിടെ ഏതോ ഒരുത്തൻ പറയുന്നുണ്ട്, ഏതോ ടീമുകൾ, അതായത് ഈ കുടുംബജീവിതമില്ലാതെ ഏതോ ടീം പറഞ്ഞ ആ സ്വപ്നവും കൊണ്ട് നിങ്ങളിങ്ങനെ നടക്കരുത്. നിങ്ങൾ ആദ്യം ഒരു കാര്യം ആലോചിക്കുക. അതായത് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീൽസിൽ കാണിക്കുന്ന ഈ പിന്നെ എന്താ പറയേണ്ടത് ഫിൽറ്റർ ഇട്ടിട്ടും അതുപോലെ തന്നെ പലതരത്തിൽ ഈ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവന്മാർ ഭയങ്കര ആളാണ്, നല്ല മനുഷ്യന്മാരാണെന്ന്. അത് തന്നെയല്ലേ ഇപ്പോഴും ഇവന്മാരുടെ ഒരു വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഈ സ്ത്രീ പരാതി കൊടുത്തത് കൊണ്ട് മാത്രമല്ല ഇത് പുറലോകം അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഇത് എങ്ങനെ പുറലോകം അറിയും?
അതായത് ഈ സ്ത്രീയും പോയത് പോട്ടെ, ഇനി വേണ്ട, ഇനി അവൻ്റെ കൂടെ പോകണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് ആൾക്കാർ അറിയില്ല. ഇതിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 എന്താ പറയേണ്ടത് കുറച്ച് പോപ്പുലർ ആണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ചാക്കിട്ട് പിടിക്കണം, അവൻ്റെ കൂടെ ഒരു ഫോട്ടോമെങ്കിലും എടുക്കണം. ഇതാണ് ഇവരുടെയൊക്കെ വിചാരം. അത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഇതിൻ്റെ ഒരു ഛേദോ വികാരം എന്ന് മനസ്സിലാകുന്നില്ല. അതായത് ഈ റീൽസ് ഓളികൾ എന്ന് പറഞ്ഞ് ഇവറ്റകളെ കണ്ടു കഴിഞ്ഞപാട് ഇവർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം വരാനുള്ള കാരണം എന്താണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ട്രെൻഡാണ്. കൂടുതൽ ആൻറ്റിമാരാണ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കൂടുതൽ യുവതികളാണ്. ഇവരൊക്കെ കുടുംബജീവിതം, ഭർത്താവൊക്കെ ജോലിക്ക് പോയി, അതുപോലെ മക്കളൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ എവിടെയെങ്കിലും ഒത്തുകൂടും. അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരുമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലതരത്തിലുള്ള ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ക്രിയേറ്റർ ആയിരിക്കും, അവൻ കുറേ ആൾക്കാരെ കൊണ്ടുപോയിട്ട് ആടിയും കൊണ്ടുപോയിട്ട് റീല് കളിപ്പിക്കും. റീല് കളിപ്പിച്ചിട്ട് കുറേ നാൾ കഴിയുമ്പോഴാണ് ഇവൻ്റെ സ്വഭാവം മനസ്സിലാവുക. ആദ്യമൊന്നും മനസ്സിലാവില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആദ്യം ഒന്ന് ഇങ്ങനെ നല്ല തൊടുവാടുന്നേ, അപ്പോൾ പ്രശ്നമില്ലാതെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ തൊടലിൻ്റെ ആഴം കൂട്ടുവേ. അത് പിന്നെ പ്രശ്നമില്ലെങ്കിൽ പിന്നെ വിജയ് ചെയ്യുന്ന പോലെ ഇങ്ങനെ അവിടെ തലവെക്കാൻ തുടങ്ങുക. അതും കുഴപ്പമില്ലെങ്കിൽ പിന്നെന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടുത്തമായി ആ റീൽസാണ്. അതായത് ഒന്നും പറയാനും പറ്റില്ല. മാഷല്ലേ ഡാൻസ് പഠിപ്പിക്കുന്ന മാഷാന്ന്. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നാ പോയിക്കോ, വേറെ ആൾക്കാരുണ്ട് എന്നിട്ട് വേറെ ആൾ വരും ആ സ്ഥാനത്ത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇതെല്ലാം സഹിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമെന്നുള്ളതാണ്. ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ഇവരിങ്ങനെ സഹിച്ചു നിൽക്കും. അവസാനം ഇത് ഭർത്താവ് കാണുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ അവിടെ സംശയമായി, പ്രശ്നമായി, അടിയോടടിയായി ആ കുടുംബം പിന്നീട് എന്ന് പറഞ്ഞാൽ പിന്നെ കാണുന്നത് കോടതിയിലായിരിക്കുമായിരുന്നു. രണ്ടുപേരും വെമ്പേറിയായി കഴിഞ്ഞാൽ ഇവരെന്താ പറയുക, ഇനി സുഖമായല്ലോ, ഇനി ആരെയും പേടിക്കണ്ടല്ലോ, ഇനി അങ്ങനെ നടക്കാലോ. ഇതാണ് ഇപ്പോഴും സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, അതാണ് നിങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു റീൽസ് എടുക്കണം, അതുപോലെ എങ്ങനെയെങ്കിലും കുറച്ച് ഫോളോവേഴ്സിന് ഉണ്ടാക്കണം, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ കുറച്ച് പൈസ ഉണ്ടാക്കണം. ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ പൈസ ഇങ്ങനെ വന്നോളും എന്നാണ് ചില ആൾക്കാരുടെയൊക്കെ വിചാരം. അതുകൊണ്ട് എന്തേനും തയ്യാറായിട്ട് ആരുടെ കൂടെ വേണമെങ്കിൽ ഞാൻ റീൽസ് കളിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവരോടൊക്കെ ഞാൻ പറയുകയാണ്, നിങ്ങളൊക്കെ ഖേദിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇവന്മാരുടെ സ്വഭാവം അതെന്ന് പറഞ്ഞാൽ പലതരത്തിലായിരിക്കും നിങ്ങളോട് പെരുമാറുക. ഇന്നലെ ഈ പിടിച്ചവൻ ഇന്നലെ പിടിച്ചപ്പോൾ ഒരുപാട് പേരുടെ നെഞ്ചിടിപ്പ് കൂടിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ പലരുടെയും പൈസ പോയിട്ടുണ്ട്, പലരും ഇവൻ വിളിക്കുന്നവരൊക്കെ പോയിട്ടുണ്ട്, പലരുടെയും ഫോട്ടോ ഇവൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇവൻ ഏത് തരത്തിലാണ് ഇനി പെരുമാറുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഇനി പോലീസ് എങ്ങാറ്റം വിളിച്ചിട്ട് ഇവരോട് നിങ്ങളും പോയിന്നല്ലേ എന്നെങ്ങാറ്റം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ അപ്പോൾ തന്നെ മരിച്ചു പോകും. ചിലപ്പോൾ ആ ഒരു ഗതിയിലായിരിക്കുകയാണ് ഇന്നത്തെ ആൾക്കാരൊക്കെ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാകാത്തത്. അതായത് വിദ്യാഭ്യാസമുണ്ട്, എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതുമാത്രവുമല്ല, നമ്മുടെ ന്യൂസ് പേപ്പർ രാവിലെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പത്രമാധ്യമങ്ങൾ, നമ്മുടെ TV ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന വാർത്തകൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വിവാഹ വാഗ്ദാന പീഡനങ്ങളും, പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ സ്വർണം കൊടുത്തിട്ട് പറ്റിക്കലും, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇവൻ്റെ കൂടെ അബദ്ധത്തിൽ പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്നത്, പിന്നെ വീഡിയോ എടുക്കുന്നത്, ഇത് പിന്നീട് എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ആക്കുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഓരോ ദിവസവും നമ്മുടെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. പക്ഷേ ഇതൊന്നും കേൾക്കാതെ വീണ്ടും നമ്മുടെ ഈ തലമുറകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്, എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാകുന്നത് എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, ഇതൊരു വലിയ സംഭവമായിട്ട്, അതായത് ഇന്നൊക്കെ ഇങ്ങനെയാണ്, പണ്ടത്തെ കാലമൊന്നുമല്ല, ഇന്നിങ്ങനെയാണ്, ഇന്നിപ്പോഴും എന്ന് പറഞ്ഞ് ചില ആൾക്കാർക്ക് പഠിച്ചു തന്നാണ്. മറ്റേ ഈ നമ്മൾ പണ്ടൊക്കെ നടക്കലുണ്ട്, വീട്ടിലെ പണിയെടുക്കലുണ്ട്, അങ്ങനെ ചെയ്താൽ തന്നെ നമ്മളെ ഷുഗറും പ്രഷറെല്ലാം കുറയും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ശരീരത്തിലൊരു ആയാസം കിട്ടും. ഇപ്പം അതല്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല സ്ഥലത്തും ഡാൻസ് സ്കൂളിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അറിയാം, ജുംബ ഡാൻസ് എന്ന്, അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് പേര്. അതെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതന്നെ പരിപാടി, പോയിട്ട് അവിടെ പോയി ഈ തുള്ളൽ വീട്ടിൽ നിന്ന് തുള്ളിയാലും മതി. പക്ഷേ വീട്ടിൽ നിന്ന് തുള്ളിയത് കാണാൻ ആളുണ്ടാവില്ലല്ലോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ മാഷുണ്ടാവുമല്ലോ, മാഷ കൂടെ 2 റീൽസ് പിന്നെ എടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, അല്ലാതെ വേറെ ഒന്നിനുമല്ല. അപ്പോൾ ഏതായാലും തകർന്നു, ഇനിയെങ്കിലും തകരാതിരിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തുകളാ, 4 ആൾ അറിയട്ടെ.